ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആമീസ് കിച്ചൺ. ഇന്ന് ഞാനൊരു അടിപൊളി കടായി ചിക്കനുമായിട്ടാണ് വരുന്നത്. സാധാരണ നമ്മളെല്ലാവരും റെസ്റ്റോറൻറ്റിൽ പോയി മാത്രമാണ് കടായി ചിക്കൻ കഴിച്ചിട്ടുള്ളത്. വീട്ടിലുണ്ടാക്കുന്ന ഒരു ശീലം നമുക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കാണാം. അതും കൂടി ഒന്ന് പ്രസ് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ ഈ കടായി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഏകദേശം ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഞാൻ പറയുന്നത്. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഉപ്പാണ് ഇടുന്നത്. ഒരു 2 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ തൈര്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. നന്നായി കൈകൊണ്ട് തിരുമ്മി ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ തയ്യാറാക്കാം. അതിന് ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ട് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളി മിക്സിയിലിട്ട് അരച്ചെടുക്കുക. പിന്നെ നമുക്ക് ഒരു കടായി മസാല തയ്യാറാക്കണം. കടായി മസാലയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഞാനിവിടെ കടായി മസാല ഉണ്ടാക്കുന്നതും കൂടി കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ 3 വറ്റൽമുളക്, കുറച്ച് ജീരകം, സാദാ ജീരകം, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് ഉലുവ, കുറച്ച് പച്ചമല്ലി, ഇതെല്ലാം കൂടി ഒരു പാനിലിട്ട് നന്നായി മൂപ്പിച്ചെടുത്ത് റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി അത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ് ഇത്. ഇനി നമുക്ക് കടായി ചിക്കൻ തയ്യാറാക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. 20 മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കൻ വെച്ചിട്ട്. അത് ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ ചിക്കനൊക്കെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതാ ഈ ഷാലോ ഫ്രൈ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ചിക്കൻ വറുത്ത അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചെടുത്തതിന് ശേഷം ഒരു വലിയ ഉള്ളി ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഉള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം. കുറച്ച് സമയം നമുക്ക് അടച്ചു വെച്ച് അത് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് പൊടികളാണ് ഇടേണ്ടത്. ഞാൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ കടായി മസാല ചേർത്ത് കൊടുക്കുക. കടായി മസാലയും കൂടി ഇട്ടതിന് ശേഷം
നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് അടച്ചു വെച്ച് ഈ മസാലകളെല്ലാം ഒന്ന് നന്നായി ചിക്കനിലോട്ട് പിടിക്കട്ടെ. ഞാനിതിൻ്റെ അടപ്പ് തുറന്ന് നോക്കുകയാണ്. കണ്ട നല്ല ചിക്കനെല്ലാം നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കുക. ആ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിൽ ഒരു വലിയ ഉള്ളി, 1 ക്യാപ്സിക്കം ഇതേപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റി എടുക്കണം. അത് വഴറ്റിയെടുത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ക്യാപ്സിക്കവും ഉള്ളിയും നമുക്കൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ആ സമയം നമുക്ക് ചിക്കൻ വെന്തോ നോക്കാം. ചിക്കനൊക്കെ വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാറ്റി വെച്ച ക്യാപ്സിക്കവും ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കവും ഉള്ളിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇതാ നമ്മുടെ കടായി ചിക്കൻ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ എല്ലാ അലങ്കാരമായ മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇതേപോലെയുള്ളൊരു കടായി ചിക്കൻ തയ്യാറാക്കി നോക്കണം. ഞാൻ കടായി ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കള്ളപ്പം കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കള്ളപ്പത്തിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം ഇടുന്നതായിരിക്കും. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.